ഇസ്ത ബാപ്പനോ വേം പറഞ്ഞോ ഞാൻ വേം പറഞ്ഞോ. അപ്പോൾ ഇന്ന് നമ്മുടെ മോർണിംഗ് റൂട്ടീനാണ് കാണിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ എണീറ്റിട്ടുള്ളൂ, ബ്രഷൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി പോയിട്ട് ബ്രഷ് ചെയ്യണം. നമ്മുടെ മോർണിംഗ് എന്തൊക്കെയാണെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഹസ്മോന് ജസ്റ്റ് എണീറ്റിട്ടുണ്ട്, അവനെ കൊണ്ട് ഇനി ബ്രഷ് ചെയ്യിപ്പിക്കണം, എനിക്ക് ബ്രഷ് ചെയ്യണം. അപ്പം ഞാനിപ്പോൾ എണീറ്റിട്ടുള്ള എൻ്റെ ഫേസാണ് കേട്ടോ. അപ്പോൾ ഇനി ഒക്കെ ഒന്ന് ഉഷാറാക്കി എടുക്കണം. ഗുഡ് മോർണിംഗ്. ഇല്ലെന്ന് താഴോട്ട് ഇറങ്ങുമ്പം ആദ്യം തന്നെ ഞാൻ അലക്കാനുള്ളതൊക്കെ കൊണ്ടിട്ടിട്ട് ഇറങ്ങൽ കേട്ടില്ലേ. കുറേ അലക്കാനുള്ള ഇന്നലെ രാവിലെ മുതൽ നൈറ്റ് വരെയുള്ള ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ട് നമ്മളിതാ ബെഡ്ഷീറ്റൊക്കെ കൊണ്ട് അലക്കാൻ കൊണ്ടിടാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് ലസോ. അപ്പോൾ ഹസുമോനിതാ പല്ലേക്കാനൊക്കെ താഴോട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റാൽ ഞാൻ ചെയ്യുന്ന കാര്യം ഇതൊക്കെയാണ്. എണീറ്റാടെ തന്നെ എൻ്റെ അലക്കാനുള്ളതൊക്കെ വാഷിംഗ് മെഷീനിലോ അല്ലെങ്കിൽ കല്ലിലൊക്കെ കൊണ്ട് സെറ്റ് ചെയ്യും. അതിനുശേഷമാണ് ബാക്കിയുള്ള എൻ്റെ ഓരോരോ പരിപാടികൾ ഞാൻ ചെയ്യാറ് കേട്ടോ. അപ്പോൾ വാഷിംഗ് മെഷീനിൽ ഇട്ടാൽ അത് ആ പരിപാടി നോക്കിയിട്ട് നമുക്ക് പിന്നെ അത് ചിക്കാൻ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇടുന്നതാണ്. പിന്നെ അത് ഹസുമോനെ ബ്രഷ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഹസുമോൻ്റെ കൂടെ നിന്നിട്ടാണ് ഞാൻ ബ്രഷ് ചെയ്യിപ്പിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പം ആൾക്ക് മടിയായപ്പോൾ ഞാൻ ബ്രഷ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മളോട് എന്തായാലും കളവ് പറയും. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ കൂടെ നിന്നിട്ടാണ് ഈ ഒരു പരിപാടിയൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുക. പിന്നെ അവന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഫുഡിന് ഇന്ന് നമ്മൾ കൊടുക്കുന്നത് ദോശയും അതുപോലെ ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഫുഡ് കൊടുക്കുമ്പോഴും ചിലപ്പോൾ ഞാൻ കൂടെ ഇരിക്കാറാണ്. നമ്മൾ ഫുഡ് കഴിക്കുന്ന തന്നെ പോന്നാൽ ചിലപ്പോൾ മടി കാണിക്കും. അപ്പം ചിലപ്പോൾ ഞാൻ വാരി കൊടുക്കും, അല്ലെങ്കിൽ ഒരു കഥയൊക്കെ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കൊച്ചൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കഴിക്കട്ടോ. ഏതായാലും ഫോണ് കാണല് കുറേ കാലമായിട്ട് ഇപ്പോൾ ഒരു മാസം 2 മാസമായിട്ട് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഫോണിൽ കാണുന്നത് നിർത്താൻ പറ്റുന്നു. പക്ഷേ ഒരു ഡോക്ടർ വഴിയാണ് എനിക്കത് നിർത്താൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഡോക്ടറെ കാണിക്കാൻ, ചെവിയുടെ ഡോക്ടറെ കാണിക്കാൻ പോയപ്പോൾ ഡോക്ടർ നല്ല രീതിയിൽ വഴക്ക് പറഞ്ഞപ്പം അതോടെ പേടിച്ചാണ് കേട്ടോ ആൾ. പിന്നെ ഫോൺ തൊട്ടിട്ടില്ല. പിന്നെ ഞാനിതാ എൻ്റെ ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ മോർണിംഗ് ഇതാ ബ്രഷൊക്കെ അവന് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷമാണ് ജസ്റ്റ് കുളിക്കൊഴിഞ്ഞ് മുഖമൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ബ്രഷ് ചെയ്തു. പിന്നെ ഞാൻ മോർണിംഗ് ഇപ്പോൾ കുടിക്കലിതാ നമ്മുടെ ചിയാ സീഡ് വെള്ളത്തിലിട്ട് കുതിർത്തി കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നാരങ്ങ ഒഴിക്കുക. പക്ഷേ ഞാൻ ഇന്ന് നാരങ്ങ ഒഴിച്ചിട്ടില്ല. അപ്പോൾ അത് കുടിച്ചെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ നല്ല രീതിയിൽ വെയിറ്റ് കൂടിയിട്ടുണ്ട്. ഹസ്ബൻഡിൻ്റെ ബാക്കി കഴിച്ചിട്ടും പിന്നെ ഇപ്പോൾ എക്സസൈസും ഡയറ്റിങ്ങും കാര്യമൊന്നും ഫോളോ ചെയ്യാത്തതുകൊണ്ട് നല്ല രീതിയിൽ വെയിറ്റ് കൂടിയിട്ടുണ്ട്. ഇന്നലത്തെ വീഡിയോയിൽ തന്നെ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇയാൾ വെയിറ്റ് കൂടിയിട്ടുണ്ടെന്നല്ല. എനിക്ക് തന്നെ അറിയാം വെയിറ്റ് കൂടിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ ഒരു മാസം 1-ാം തീയതി ഞാൻ എന്തായാലും ഡയറ്റിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. നടക്കുമെന്നൊന്നും അറിയില്ല. പിന്നെ ഞാൻ പാല് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പാല് കുറേ വെള്ളം കൂട്ടിയിട്ടാണ് എനിക്ക് ഓട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിതാ നമ്മുടെ ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പേരിക്ക് വേണ്ടിയിട്ട്. നമ്മുടെ കോവക്ക അരിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ദോശയും അതുപോലെ തന്നെ കറികളൊക്കെ ഇവിടെ റെഡിയാണ്, എല്ലാം ഉണ്ട്. പക്ഷേ എനിക്കിത് കഴിക്കണം. എനിക്ക് അല്ലെങ്കിൽ ഈ ഒരു ദോശ വലിയ ഇഷ്ടമല്ല. നമ്മുടെ നോർമലി ദോശയല്ലേ, ഉഴുന്ന് ദോശ, അതാണ് എനിക്കിഷ്ടം. അപ്പോൾ രാവിലെ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ ടാബിളിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഓട്സ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഓട്സ് കുറേ പാലല്ല, കുറച്ച് പാലും ബാക്കി വെള്ളമാണ്. പിന്നെ അതിലേക്കൊരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് ഞാൻ ബൂസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. പിന്നെ അതിലേക്ക് ഞാനിതാ ഓട്സ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ നമ്മളൊക്കെ ഇതിലേക്ക് ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കട്ടെ ലാസ്റ്റ്. നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനിപ്പോൾ കുറച്ച് ഡയറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹസ്മോൻ ഇന്ന് ചീരാകോഴി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ നാടൻ കോഴിനെ ഒക്കെ മുറിച്ച് ലെവലാക്കി തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലീൻ ആക്കിയിട്ട് ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള മരുന്ന് കോഴി വെക്കണം. അപ്പോൾ നിങ്ങളെന്തായാലും ഈ ഒരു നാടൻ കോഴി ഇല്ലെങ്കിലും നമ്മൾ സാധാ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന കോഴിയായാലും ഈ ഒരു റെസിപ്പി ഒന്ന് വെച്ച് നോക്കുക. ഭയങ്കര ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റാണ്. ഇസ്ത ബാപ്പക്ക് തന്നെ വേണ്ടി വരും. പാപ്പനോട് എന്താ വേണ്ടി പറഞ്ഞാളാ? ബദട്ടോ, റോസ്റ്റ് ചെയ്ത ബദട്ടോ. നിങ്ങള് പോവല്ലേ? നിങ്ങളെ കയ്യിൽ എന്തൊരു കവറൊക്കെ? പെണ്ണുങ്ങൾക്ക് തന്നെയല്ലേ പണി, നിങ്ങൾക്ക് ഇങ്ങനെ പാൻറ് കുപ്പായി എടുത്തരുന്നേ.
അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ചെയ്ത് അല്ലേ? റോസ്റ്റ് ചെയ്ത അണ്ടിപ്പരിപ്പല്ലേ വേണ്ടി പപ്പനോട്? ആ മുളകിട്ട അണ്ടിപ്പരിപ്പ് കേട്ടോളി, ഞാൻ പറഞ്ഞല്ല. പിന്നെന്താ വേണ്ടി പറഞ്ഞോ? വേഗം പറഞ്ഞോ, വേഗം പറഞ്ഞോ, കിട്ടുമ്പോളേ കിട്ടുള്ളൂ. അപ്പോൾ ഇക്കൊരു 8:15 ഉള്ളിൽ എൻ്റെ എന്തായാലും വീട്ടിൽ നിന്ന് പോകട്ടോ. പിന്നെ ഞാനിതാ എൻ്റെ ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഓട്സില്ല, നല്ല രീതിയിൽ നീട്ടിയാണ് ഞാനത് കാഴ്ചയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഓട്സ് കൊണ്ട് ഒരുപാട് വെറൈറ്റി ഞാൻ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് കാണിച്ചു തരാം കേട്ടോ. അതിനുശേഷം ഞാൻ എൻ്റെ റൂമൊക്കെ ഇന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇന്ന് ഓർഡർ വന്നിട്ടുള്ള നമ്മൾ കുറേ ഡ്രസ്സിൻ്റെ കളക്ഷനാണ്. അപ്പോൾ അത് ഞാൻ പാക്കിങ്ങിന് വേണ്ടി ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മോർണിംഗ് എടുത്താൽ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചു വാരിയിട്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഹസ്മോന്, അവർ എവിടെ അടങ്ങിക്കാത്ത ആളാണ്, കുട്ടിയല്ലേ, അവർ ആ ഒരു പ്രായമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ബാഗായിട്ടും എൻ്റെ ഡ്രസ്സായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാരി വലിച്ചിടും. അവനൊരു ടൈം പോകുന്നില്ല. കാരണം നമ്മളിപ്പോൾ കൂട്ടിലിട്ട പക്ഷിൻ്റെ മാതിരിയാണ് അവനിപ്പോൾ വീട്ടിൽ ഇരുത്തിയിട്ടുള്ളത്. അപ്പോൾ അവനെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കും വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആൾ അവിടെ ഇവിടെയൊക്കെ വലിച്ചു വാരിയിടും. പിന്നെ അത് ചെയ്തോട്ടെ എന്ന് വിചാരിക്കും നമ്മൾ. അപ്പം ഇവിടുത്തൊക്കെ അങ്ങനെ വലിച്ചു വാരിയിടും. അപ്പം ഞാനിത് മോർണിംഗ് വീണ്ടും അത് ക്ലീൻ ചെയ്തെടുക്കും. അപ്പോൾ അതാ നമ്മുടെ കൊറിയർ അയക്കാനുള്ള പാക്കിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ മുകളിൽ നിന്ന് താഴെ ഞാൻ ക്ലീനാക്കി മേലേക്ക് കയറിയതാണ്. ഇനി മുകളിലെല്ലാം സെറ്റാക്കി അടിച്ച് വേരൊക്കെ വൃത്തിയാക്കിയിട്ടാണ്. ഇത് പിന്നെ അറിയാമല്ലോ, എൻ്റെ റൂമല്ല, എൻ്റെ ഓൺലൈൻ സ്റ്റോറത്തെ സ്റ്റോക്കും കാര്യങ്ങളും പിന്നെ ഹസ്ബൻഡിൻ്റെ ഡ്രസ്സ്, എൻ്റെ ഡ്രസ്സൊക്കെ വെക്കുന്നൊരു സ്ഥലമാണ്, ഹാളാണ്. അവിടെ ജസ്റ്റ് കട്ടിലും ബെഡും ഉണ്ടെന്നുള്ളൂ, ഇവിടെ കിടക്കാറൊന്നുമില്ല. അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ള നമ്മളെ റൂമാണ്. അപ്പോൾ മിനിയാന്ന് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഹെൽമെറ്റാണ് കേട്ടോ. എനിക്കൊരു ബ്ലാക്ക് സിമ്പിളായിട്ടുള്ള ഹെൽമെറ്റും അത് ഹസ്മോന് ഒരു റെഡ് ഹെൽമെറ്റുമാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഹസ്മോന് ഞാൻ വാങ്ങിക്കാൻ കാരണം വെയിലിനൊക്കെ നല്ലൊരു ഇതാണല്ലോ, പിന്നെ ആൾക്ക് ഒരു നല്ലൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാനും ഒരു ഇതല്ലേ വിചാരിച്ചിട്ട് ഞാൻ ചെറിയൊരു ഹെൽമെറ്റ് കണ്ടപ്പോൾ വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഇട്ട് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ഞാനിതാ ഒരു പാക്ക് ചെയ്തിട്ട് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഹസ്മോനെ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ, അവൻ്റെ ഈ ഫോൺ കളി അല്ലെങ്കിൽ ഫുഡ് കഴിക്കുമ്പോൾ എപ്പോഴും അവന് വായ തുറക്കണം എന്നുണ്ട്, ഫോണ് വേണ്ടിയിരുന്നു. ഞാൻ മുന്നത്തെ നമ്മൾ ഫാമിലി വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഡേ ലൈഫിൽ. പക്ഷെ ആളിപ്പോൾ കുറച്ചായിട്ട് 2-3 മാസമായിട്ട് ഇപ്പോൾ ഫോൺ തൊടാറേ ഇല്ല. ആൾക്ക് പേടിയാണ് കേട്ടോ. അതെങ്ങനെ മാറ്റിയെന്ന് വെച്ചാൽ ആൾക്ക് ചെവി വേദന വന്ന ടൈമിൽ ഞാനൊരു ഡോക്ടറെ കാണിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ ജസ്റ്റ് കണ്ണിൻ്റെ ഒരു ഭാഗം നോക്കിയപ്പോൾ പറഞ്ഞു ആൾ ഫോൺ കൂടുതൽ ഉപയോഗിക്കലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു മൊബൈൽ ഉപയോഗിക്കലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ആ ഒരു ഡോക്ടർ നല്ല രീതിയിൽ അവനെ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡോക്ടർ പറഞ്ഞത് ആൾക്ക് നല്ല പേടി ഒടുങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ആ ഡോക്ടർ വരുന്നോ അല്ലെങ്കിൽ ഡോക്ടർ പേടിയായിട്ട് ആളിപ്പോൾ ഫോണിന് എടുക്കൂല കേട്ടോ. അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം ഞാൻ പല ഇത് നോക്കിയിട്ടുണ്ടായിരുന്നു ഫോണൊന്ന് നിർത്താൻ വേണ്ടിയിട്ട്, പക്ഷെ ആൾ നിർത്തൂലേനെ. ഇപ്പോൾ എന്തായാലും ഫോണ് കാണലോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുമ്പോൾ ഫോണിൻ്റെ ആവശ്യം ഇപ്പോൾ വരാറില്ല. അതൊരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ട്. കാരണം നമ്മൾ ഒരുപാട് ശ്രമിച്ചെങ്കിലും അത് നിർത്താനുള്ളൊരു ഇതില്ലായിരുന്നു. ആൾ എങ്ങനെയായിട്ടും അത് നിർത്തൂലായിരുന്നു. പക്ഷെ ആ ഡോക്ടറെ പേടിച്ചിട്ട്, ആ ഡോക്ടർ അന്ന് നല്ല രീതിയിൽ വഴക്ക് പറഞ്ഞുകൊണ്ട് ഡോക്ടർ നല്ല രീതിയിൽ പേടി കുടുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും അൽഹംദുലില്ലാ ഫോൺ എന്തായാലും വാങ്ങിക്കില്ല, ഫോൺ നോക്കൂല. ജസ്റ്റ് നമ്മളെന്താ ചെയ്യാക്കുകയാണ്, ജസ്റ്റ് നോക്കുമ്പോൾ എനിക്ക് ആ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ആ ലെവലിൽ പോകും. ഇപ്പം ആളിങ്ങനെ സുന്നത്ത് കഴിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് കിടക്കാൻ വേണ്ടിയിട്ട് TV ഇട്ട് കൊടുക്കാറ്. അത് പിന്നെ കുറേ ലോങ്ങിലാണ്. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് നേരമൊക്കെ കാണുമല്ലാതെ ബാക്കിയുള്ള കാണാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പം അങ്ങനെയാണ് ഹസ്മോൻ്റെ ഫോണിൻ്റെ കളിയൊക്കെ നിർത്തിയിട്ടുള്ളത്. അപ്പം ഞാനിവിടെ റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചീരാക്കോയി വെക്കാൻ വേണ്ടിയിട്ട്, മരുന്ന് കോയി വെക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ കുറേ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചി എടുത്ത് ക്ലീൻ ആക്കാൻ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കുറച്ച് മതി. പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ഉള്ളിയാണ്, കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാം ഞാനിതാ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതെല്ലാം ഒരു അരപ്പുണ്ടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ തന്നെ വെക്കൽ കേട്ടോ. ഇങ്ങനത്തെ സംഭവമൊക്കെ ഞാൻ തന്നെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചീരാക്കോയിൻ്റെ റെസിപ്പി പറഞ്ഞിട്ട് ഇത് വേറെയാണ് കേട്ടോ. ഇത് മരുന്ന് കോയി എന്ന് തന്നെ പറയാം, നല്ല അടിപൊളിയാണ്. അപ്പോൾ ചെറിയ ജീരകം വലിയ ജീരകം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതാ നമ്മൾ കുറച്ച് കടക് എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ മല്ലിപ്പൊടിയും പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടിയാണ് കേട്ടോ.
അല്ല സോറി കുരുമുളകാണ്. അങ്ങനത്തെ കുറേ വേണ്ട, കുറച്ച് കുരുമുളക് മതി. പിന്നെ ഇതാ 2 ഏലക്കായുടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് അരച്ചെടുക്കണം. ഇതാണ് നമ്മൾ അരപ്പ് കേട്ടോ. വേറെ നമ്മൾ മുളക് പൊടിയോ അല്ലെങ്കിൽ വേറെ സംഭവമൊന്നും ചേർക്കുന്നില്ല, ഗരം മസാല ഒന്നും ചേർക്കുന്നില്ല. പിന്നെ ഇതാ ഒരു പട്ടയുടെ എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി മിക്സി ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. അല്പം വെള്ളം ഒഴിക്കുക, അതൊന്ന് അരഞ്ഞ് കിട്ടാനുള്ള വെള്ളം ഒഴിക്കുക. ഓവർ വെള്ളം ജ്യൂസ് പോലെ ആക്കണ്ട, ജസ്റ്റ് നമുക്ക് അരക്കാനുള്ള ഒരു പാകത്തിലുള്ള വെള്ളം ആക്കിയിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമുക്കിതാ നമ്മുടെ ചിക്കൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പം നാടൻ കോഴിയല്ലേ, ഉമ്മ ക്ലീൻ ചെയ്തതാണ്, പക്ഷെ എനിക്ക് എന്നാലൊരു എന്തോ പോലെ നാടൻ കോഴി ആകുമ്പോൾ നമുക്കൊരു ഇതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഞാനതിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫുള്ളായിട്ട് ഇതിൽ ആവശ്യമില്ലാത്ത സംഭവങ്ങളും നെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കുകയാണ്. അപ്പം അത് വാഷ് ചെയ്തതിന് ശേഷം നമുക്കിതാ കുക്കറിലേക്ക് മാറ്റാം. ഏറ്റവും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മൺചട്ടിയിൽ ഉണ്ടാക്കണതാണ്, പക്ഷേ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കി. അപ്പം നമ്മൾ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ കുക്കറിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആ അരപ്പും പിന്നെ നമുക്ക് അത്യാവശ്യം കറിവേപ്പിൻ്റെ ഇലയുടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം അതെല്ലാം കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിക്കാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കും. ഓവർ വെള്ളം വേണ്ട, ആവശ്യത്തിനുള്ള വെള്ളമൂടെ ആഡ് ചെയ്തെടുത്തിട്ട് ഞാനിതാ കുക്കറിൻ്റെ അടപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് നാടൻ കോഴി ആയതുകൊണ്ട് 2 വിസിലാണ് വിരിയിപ്പിച്ചിട്ടുള്ളത്. ഏകദേശം ആ ഒരു ടൈമിൽ കുക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ ഹസ്മോൻ ഇതാ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് കഞ്ഞി ഇവിടെ ആവുന്നുണ്ട്, ഒരു ഭാഗത്ത് നമ്മുടെ മരുന്ന് കോഴി ഇവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഇതാ ഹസ്മോൻ ഇതാ ഉമ്മമാൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് മാങ്ങ ഉപ്പും മുളകിട്ട് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഉമ്മ ഇതാ അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. ആളിങ്ങനെ വീട്ടിലിരിക്കല്ലേ, ആ ഒരു ടൈമിൽ ഇതുപോലെ മാങ്ങയൊക്കെ ഉപ്പും മുളകും ഇട്ടിട്ട് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മ അതാ അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്നും കഴിക്കില്ല. ഇക്കാട്ട് ജ്യേഷ്ഠൻ്റെ മോനും അസൂടിയാണ് കഴിക്കാറ്, പിന്നെ ഞാനും പോകാറുണ്ട് അവരെ കൂടെ. അപ്പോൾ ഇതാ ഉപ്പും കാര്യങ്ങളൊക്കെ അസുമോൻ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവർ ടി വി കാണാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാനും പോയിട്ട് ഓരോട് ചോദിച്ചപ്പോൾ എനിക്കൊരു ചെറിയൊരു പീസ് അസുമോൻ തന്നിട്ടുള്ളത് കേട്ടോ. ഉമ്മിക്ക് എപ്പോഴും വേണമെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു പീസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് അവരെ കൂടെ കുറച്ച് നേരം അവിടെ സംസാരിച്ചു. 3 വിസിലൊക്കെ ആയപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടിട്ട് നമ്മുടെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ നാടൻ കോഴിയാണ്, ഇവിടെ വീടിൻ്റെ അടുത്തുനിന്ന് ഉമ്മ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടാൻ ചില സ്ഥലത്തൊന്നും കിട്ടിക്കോണമെന്നില്ല, പക്ഷേ ഇതേമാതിരി നമുക്ക് സാധാ കോഴിയും വെക്കാം, നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പം ഞാനിത് തൂമ്പിച്ചെടുക്കുന്ന കുറച്ച് അത്യാവശ്യം നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഹസ്മോന് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നെയ്യും പിന്നെ കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണയോടെ ആഡ് ചെയ്തിട്ടാണ് ഞാനിത് തൂമ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോർമലി നമ്മൾ തൂമ്പിക്കുന്ന പോലെ തന്നെ കുറേ ചെറിയ ഉള്ളിയും പിന്നെ ഇതാ കറിവേപ്പിൻ്റെ ഇലയോടെ ഇട്ടിട്ട് ഒന്ന് വറവിട്ടിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ ഹസ്മോന് കൊടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്യിലാണ് ഞാനത് തൂമ്പിച്ചെടുക്കാൻ പോകുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇതിനൊന്ന് വഴറ്റിയെടുത്തിട്ട് വേണം നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പല ആളുകളും വെക്കുന്ന തന്നെയായിരിക്കും. പ്രസവ ടൈമിൽ ആളുകൾക്ക് വെച്ച് കൊടുക്കുന്നത് തന്നെയാണ് മരുന്ന് കോഴി. പിന്നെ ഇതുപോലെ ഉണ്ടാകുന്ന ടൈമിൽ വെച്ചെടുക്കുന്നതാണ്. ഇതെന്ത് കറിയമ്മ? ഇത് പച്ചക്കറി അല്ല, ബാലൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഉമ്മാൻ്റെ സ്പെഷ്യൽ കറി ഉണ്ടാക്കി കേട്ടോ. സാമ്പാർ പോലെ വെക്കുകയാണ് അല്ലേ അമ്മ? സാമ്പാറാ? ഇതെന്ത് മീനാ? അടവ് പച്ചിമാടറിഞ്ഞമ്മ ഉണക്കലടവ് പച്ചമുളക് കയറിയിട്ട് പൊരിച്ച. പിന്നെ ഇവിടെയുള്ള പച്ചക്കറി എല്ലാം കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ കറി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഉമ്മ. നമ്മുടെ സാമ്പാർ പൊടി ഇട്ടിട്ട് ജസ്റ്റ് സാമ്പാറൊന്നുമല്ല, അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ ഉണ്ടാക്കാറുണ്ട്, നല്ല ഇഷ്ടമായിട്ട് എല്ലാവർക്കും. കാരണം നമ്മളെടുത്ത് പല ഉപ്പേരിക്ക് കൊണ്ടുവന്നും കറിക്ക് കൊണ്ടുവന്നൊക്കെ ബാലൻസൊക്കെ ഫ്രിഡ്ജിലൊക്കെ ഉണ്ടാവും, അതൊക്കെ എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. പിന്നെ നമ്മുടെ കോവക്ക ഉപ്പേരിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കുക്കറിലല്ല വെക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് കോവയ്ക്ക് അതുപോലെ തന്നെ നമ്മുടെ പയറും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ആണ് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ ചിക്കൻ അവിടെ നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട്. ഇനി ഹസുമോന് നമ്മൾ ദോശയ്ക്ക് കൊണ്ടു കൊടുക്കുക കേട്ടോ. ആൾക്ക് ഞാൻ വിചാരിച്ചിട്ടാണ് ഇത് എങ്ങനെയാണ് കൊടുക്കുക എന്ന്, ഇഷ്ടമാവില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ അറിയില്ല, ദോശയിൽ കൂട്ടി കൊടുത്തപ്പോൾ ആൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എന്നെ ഇരുത്തി വാരി കൊടുത്താണ്. ഹസുമോനെ ഫുഡ് കഴിക്കുമെന്ന് പറഞ്ഞാൽ ഏൽപ്പിച്ചാൽ ചിലപ്പം കഴിച്ചോണമെന്നില്ല. ഞാൻ തന്നെ എല്ലാം വാരി കൊടുത്തോണ്ട് കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ അരീക്കോട് കൊറിയർ അയക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹസുമോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോമോസും അതുപോലെ ഫ്രഞ്ച് ഫ്രൈസും കൊണ്ടുവരാൻ. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ ഈവനിങ് പോയി വന്നിട്ടുണ്ടായിരുന്നു. മോമോസ് പിന്നെ വേറൊരു സംഭവമുണ്ട്,
ആ ഇത് അന്ന് റൈനോട് പറയണം സൂപ്പറാണ്. വേഗം കഴിച്ചോക്കെ ഇതും ചിക്കൻ മാമോസ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓട്ടട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നും നമ്മൾ ചപ്പാത്തി അല്ലേച്ച് ഇന്ന് ഓട്ടടയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനും ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഉപ്പന്ന് കുറച്ച് നേരത്തെ കഴിച്ചിട്ടോ, ഞങ്ങൾ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ ഇതാണ് ഇന്ന് നൈറ്റത്തെ ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ തന്നെ